ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ സെയിൽസ് വന്നിട്ടുള്ള ടോപ്പ് 10 വാഹനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ആൻഡ് ഇതിൽ ചിലപ്പം നിങ്ങളുടെ പല ഇഷ്ട വാഹനങ്ങളും ഉണ്ടാവില്ലായിരിക്കും, എനിക്കറിയാം, കുറച്ച് ഷോക്കിംഗ് ആണ്. ബട്ട് ഇനി അതാണ് ഇപ്പോഴത്തെ സത്യാവസ്ഥ. നമുക്ക് എന്തായാലും നോക്കാം. ഇവിടെ ഇപ്പം 10th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മാരുതി സുസുക്കിയുടെ ബലേനോ ആണ്. 12,503 വാഹനങ്ങൾ സെയിലാണ് കഴിഞ്ഞ മാസം ഇതിന് കിട്ടിയിരിക്കുന്നത്. നമ്മളിപ്രാവശ്യം മന്ത് ഓൺ മന്ത് അല്ല, ഇയർ ഓൺ ഇയർ ബേസിസിലാണ് കമ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 2024 ജൂലൈയിൽ 9,309 വാഹനങ്ങൾ സെയിൽ ഇതിന് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. സോ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഗ്രോത്ത് ആണ്. 3,194 വാഹനങ്ങളുടെ വ്യത്യാസം, 34.31% ഗ്രോത്ത് റേറ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ പൊതുവെ 15,000 മുകളിലായിട്ടും 18,000 വരെയൊക്കെ സെയിൽ സുഖമായിട്ട് കിട്ടാറുള്ളൊരു വാഹനമായിരുന്നു ബലേനോ. കഴിഞ്ഞ മാസം അവർക്ക് അത്ര ഒന്നും കിട്ടിയിട്ടില്ല. ഇതിൽ പിന്നെ ചില രീതിയിൽ അത്യാവശ്യം നന്നായിട്ട് വേരിയേഷൻ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ചില മാസങ്ങളിൽ. എന്തായാലും ഈ ലിസ്റ്റിൽ അറ്റ്ലീസ്റ്റ് ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ ഒരു വളരെ നല്ല കാര്യമാണ്. കാരണം വേറെ ചില വണ്ടികൾ ലിസ്റ്റ് ചെയ്യുന്നേ പുറത്ത് പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മുടെ അടുത്ത പറയാൻ പോകുന്ന 9th പൊസിഷനിൽ നിൽക്കുന്ന വണ്ടി. ഈ വണ്ടി ലിസ്റ്റിലുണ്ട്. ഇത് നെക്സോൺ ആണ്. സാധാരണ ഈ വണ്ടി 2024 ഇതായിരുന്നു ലിസ്റ്റിൽ ഉണ്ടാവാതിരിക്കുന്നത്. മിക്കവാറും നെക്സോണും പഞ്ചും ഉണ്ടാവാറുണ്ടായിരുന്നു. പക്ഷേ പോവുകയാണെങ്കിൽ നെക്സോൺ ആയിരുന്നു പോകാറ്. പക്ഷേ ഇപ്രാവശ്യം ഒരു ചേഞ്ചിന് നമ്മുടെ കഴിഞ്ഞ മാസത്തെ ലിസ്റ്റ് ചെയ്യുന്നത് പഞ്ച് അങ്ങ് പോയിരിക്കുകയാണ്. അതായത് പഞ്ച് നമ്മുടെ കഴിഞ്ഞ മാസത്തെ ടോപ്പ് 10 വാഹനങ്ങളുടെ ലിസ്റ്റിലേ ഇല്ല. നെക്സോൺ തന്നെ കഴിഞ്ഞ മാസം 12,825 വാഹനങ്ങളുടെ സെയിലേ വന്നിട്ടുള്ളൂ. 2024 ജൂലൈയിൽ 13,902 വാഹനങ്ങളുടെ സെയിൽ ഇതിനും കിട്ടിയതായിരുന്നു. അതായത് 1,077 വാഹനങ്ങളുടെ വ്യത്യാസവും 7.75% ഡീഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. അതിപ്പോൾ ഈ ലിസ്റ്റിൽ മൂന്നാമത് ഏറ്റവും വലിയ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വാഹനം ഇതാണെന്ന് പറയാം. പക്ഷെ അത് വലിയ കുഴപ്പമില്ല. കാരണം അറ്റ്ലീസ്റ്റ് ഇതിന് ഈ ലിസ്റ്റിൽ കയറാനെങ്കിലും പറ്റിയിട്ടുണ്ട്. പഞ്ചിന് ഇപ്രാവശ്യം അതുപോലും പറ്റിയിട്ടില്ല. എന്താണ് ഈ വർഷം തുടങ്ങിയപ്പോൾ തൊട്ട് പഞ്ചിന് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. മിക്ക മാസങ്ങളിലെ വണ്ടി ഒന്നെങ്കിൽ 10th ആയിരിക്കും, അല്ലെങ്കിൽ 9th ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഇല്ലാത്ത ഉള്ള അവസ്ഥയും വന്നു തുടങ്ങിയിട്ടുണ്ട്. സെയിൽസ് എന്താണെന്നുള്ളത് നമ്മുടെ ടോപ്പ് 15 SUVസിൻ്റെ വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ അകത്ത് എന്തായാലും വണ്ടിയുണ്ട്. ഇനി നമ്മുടെ അടുത്ത 8th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഫ്രോങ്സ് ആണ്. നമുക്കൊക്കെ അറിയാം, ഫ്രോങ്സ് എന്ന് പറയുന്നത് ബലേനോ ബേസ്ഡ് ആയിട്ടുള്ളൊരു ക്രോസ് ഓവറാണ്. പക്ഷെ എന്തായാലും കഴിഞ്ഞ മാസം ഫ്രോങ്സിന് അതിനേക്കാൾ കൂടുതൽ സെയിൽ കിട്ടിയിട്ടുണ്ട്. അതിൽ പിന്നെ വലിയ അത്ഭുതമൊന്നുമില്ല. ഇറങ്ങിയ കാലത്ത് ബലേനോയ്ക്ക് ഫ്രോങ്സിനേക്കാൾ കൂടുതൽ സെയിൽ കിട്ടുമായിരുന്നെങ്കിലും പിന്നെ ഇടയ്ക്ക് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ചില മാസങ്ങളിൽ ഫ്രോങ്സിന് ബലേനേക്കാൾ കൂടുതൽ സെയിൽ കിട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ വലിയ വ്യത്യാസമില്ല. ശരിക്കും വ്യത്യാസം ഒരു 10,000-2,000 വണ്ടികളിലൊക്കെ വരാറുള്ളതാണ്. കഴിഞ്ഞ മാസം ജസ്റ്റ് 300 വണ്ടികളുടെ വ്യത്യാസമുള്ളൂ. ഫ്രോങ്സിന് 12,872 വാഹനങ്ങളുടെ സെയിൽസാണ് കഴിഞ്ഞ മാസം വന്നിരിക്കുന്നത്. ബലേനോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ല, 300 വണ്ടികളുടെ അടുത്ത് 350 മുകളിൽ വ്യത്യാസമുള്ളൂ. 2024 ജൂലൈയിൽ 10,925 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. അതുകൊണ്ട് തന്നെ 1,947 വാഹനങ്ങളുടെ വ്യത്യാസവും 17.82% ഗ്രോത്ത് റേറ്റും ഉണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്ന വണ്ടി ഇതാണ്. ആൻഡ് രണ്ടാമതായി ഏറ്റവും കൂടുതൽ വന്നിരുന്ന വണ്ടി ബലേനോ ആയിരുന്നു. അത് ഞാൻ അവിടെ പറഞ്ഞില്ല, പക്ഷെ എന്തായാലും ഇവിടെ പറഞ്ഞു. ഇനി 7th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മഹീന്ദ്രയുടെ സ്കോർപിയൻ, അതായത് സ്കോർപിയോ സീരീസിലുള്ള വണ്ടികളാണ്. ക്ലാസിക് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഈ വണ്ടിയുടെ സെയിലിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. വളരെ കോൺസ്റ്റൻ്റ് ആയിട്ട് എല്ലാ വർഷവും എല്ലാ മാസവും 10,000-12,000 വണ്ടികൾക്ക് മുകളിൽ വിൽക്കുന്ന ഒരു വാഹനമാണ് മഹീന്ദ്രയുടെ സ്കോർപിയോ. കഴിഞ്ഞ മാസം 13,747 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കിട്ടിയത്. 2024 ജൂലൈയിൽ 12,237 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. അതായത് 1,510 വാഹനങ്ങളുടെ വ്യത്യാസവും 12.34% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. പറഞ്ഞു വരുമ്പോൾ ഈ ലിസ്റ്റിൽ രണ്ടാമത് ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്നവർക്കാണ്. പക്ഷേ 5 വണ്ടികൾക്ക് ഗ്രോത്തും 5 വണ്ടികൾക്ക് ഡീഗ്രോത്തുമാണ് വന്നിരിക്കുന്നത്. സോ അതിൽ ഈ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് അങ്ങനെ അത്ര മോശമൊന്നുമല്ല. അറ്റ്ലീസ്റ്റ് ഗ്രോത്ത് വന്നിട്ടുണ്ട് എന്നെങ്കിലും നമുക്ക് പറയാം. ആൻഡ് ഈ സൈസിലും ഈ സെഗ്മെൻറ്റിൽ ഈ പ്രൈസിലും ഒക്കെ ഇത്രയും വിൽക്കുന്ന വേറൊരു വണ്ടിയില്ല. അതും കൂടെ നമ്മൾ ആലോചിക്കണം. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. ഇനി നമ്മുടെ അടുത്ത 6th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ബ്രസയാണ്. ഇതിന് കഴിഞ്ഞ മാസം 14,065 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. 2024 ജൂലൈയിൽ 14,676 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. അതായത് 611 വാഹനങ്ങളുടെ വ്യത്യാസവും 4.16% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്നതിനാണ്. പക്ഷേ സ്റ്റിൽ ഡീഗ്രോത്ത് ഉണ്ട് എന്ന് പറയാം. ആൻഡ് സെയിൽസ് ആണെങ്കിലും അതിഗംഭീരം എന്ന് പറയാൻ പറ്റില്ല എന്നേ ഉള്ളൂ. പക്ഷേ ചില മാസങ്ങളിൽ 17,000, 18,000, 16,000 ആ റേഞ്ച് വരെയൊക്കെ പോകുന്നതാണ്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 14,000 കുറവാണ്. അല്ലാതെ നോക്കുമ്പം അത്ര മോശം സെയിൽസ് ഒന്നും അല്ല. നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സെയിൽ ലിസ്റ്റ് അല്ല വന്നിരിക്കുന്നത്. എനിവേ സപ്പോമീറ്റർ വാഹനങ്ങളുടെ കേസിൽ SUV എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വിറ്റിരിക്കുന്ന വണ്ടി കഴിഞ്ഞ മാസം ഇത് തന്നെയാണ്. അതിൻ്റെ തൊട്ട് താഴത്തായിട്ട് ഫ്രോങ്സും പിന്നെ നെക്സോണൊക്കെ വരും. ഇനി നമ്മുടെ അടുത്ത 5th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം സ്വിഫ്റ്റ് ആണ്. ഇതിന് കഴിഞ്ഞ മാസം 14,190 വാഹനങ്ങൾ സെയിൽസാണ് കിട്ടിയത്. 2024 ജൂലൈയിൽ 16,854 വാഹനങ്ങൾ സെയിലും കിട്ടിയതായിരുന്നു. അതായത് 2,664 വാഹനങ്ങളുടെ വ്യത്യാസവും 15.81% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. നമ്മുടെ ലിസ്റ്റിൽ ഇപ്പോൾ കറൻ്റ് ഏറ്റവും ഹൈയസ്റ്റ് ഇയർ ഓൺ ഇയർ ബേസിസിൽ ഡീഗ്രോത്ത് വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് സ്വിഫ്റ്റ്. ഇതിൻ്റെയും സെയിൽസ് അത്യാവശ്യം ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്, വേരി ചെയ്യാറുണ്ട്. ചില മാസങ്ങളിൽ 10,000-നും 18,000-നും ഇടയിൽ കിട്ടുമെങ്കിൽ ചില മാസങ്ങളിൽ ചിലപ്പം 10,000-ൻ്റെയും 15,000-ൻ്റെ ഇടയിലൊക്കെ വരാറുള്ളൂ. ഈ 4th ജെൻ വന്നപ്പോൾ തൊട്ടാണ് 3 സിലിണ്ടറായി മൈലേജ് കൂടി എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ സ്റ്റിൽ സെയിൽ അങ്ങനെ ഒരുപാട് വിചാരിച്ചത്ര കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
കൈൻഡ് ഓഫ് കൺസിസ്റ്റൻ്റ് ആണെന്ന് പറയും. പക്ഷേ തേർഡ് ജനറേഷനിൽ ഒരു കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നു, അത്രയും കൺസിസ്റ്റൻ്റ് അല്ല ഇതിൻ്റെ സെയിൽ. ഇനി നമ്മുടെ അടുത്ത ഫോർത്ത് പൊസിഷൻ നിൽക്കുന്ന വാഹനം വാഗണാറാണ്. ഇതിന് കഴിഞ്ഞ മാസം 14,710 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. 2024 ജൂലൈയിൽ 16,191 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. ഇവിടെയും 1,481 വാഹനങ്ങളുടെ വ്യത്യാസവും 9.15% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഡീഗ്രോത്ത് പെർസെൻറ്റേജ് നമ്മുടെ ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന വാഹനം ഇതാണ്. ആൻഡ് ഇതിനും ചില മാസങ്ങളിൽ 18,000, 20,000, 21,000 വരെയൊക്കെ സെയിൽ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ മാസം ജസ്റ്റ് 15,000-അടുത്തായിട്ട്, 15,000 ഇല്ല, 14,700-അടുത്തേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ ഇത്രയും കുറവാണ് ഇതിനും വന്നിരിക്കുന്നത്. ഇതിലിപ്പോൾ സത്യം പറഞ്ഞ് ഇവരുടെ ചെറിയ വണ്ടികളുടെ സെയിൽ വളർന്നിട്ട് വലിയ വണ്ടികളുടെ സെയിൽ കൂടുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ മാരുതി സുസുക്കിയുടെ പോർട്ട്ഫോളിയോ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വാഗണർ ആയിക്കോട്ടെ, ഇതിൻ്റെ സെയിൽ കുറഞ്ഞു ഓൾറെഡി. സ്വിഫ്റ്റ്, ബലേനോ ഇതിനൊക്കെ സെയിൽ കുറവാണ്. പക്ഷേ നമ്മുടെ തേർഡ് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം എർട്ടിഗയാണ്. അത് എർട്ടിഗയ്ക്ക് ഈ പറഞ്ഞ വണ്ടികളെക്കാൾ, അതായത് സ്വിഫ്റ്റ് ആയിക്കോട്ടെ, ബലേനോ ആയിക്കോട്ടെ, നമ്മുടെ വാഗണർ ആയിക്കോട്ടെ, ഫ്രോങ്സ് ആയിക്കോട്ടെ, ബ്രസെ ആയിക്കോട്ടെ, ഓർ ഈവൻ അതിൻ്റെ താഴത്തിന് വേറെ കുറേ സാധനങ്ങൾ, ഓൾട്ടോ, കേട്ടൻ, സെലേറിയോ എന്നൊക്കെ പറഞ്ഞ് കിടപ്പുണ്ട്. ഇതിനേക്കാളൊക്കെ സെയിൽ കൂടുതൽ കിട്ടിയിരിക്കുന്ന വണ്ടി എർട്ടിഗയാണ്. അതൊരു 7 സീറ്റർ വാഹനം. ഇന്ത്യയിൽ പൊതുവെ MPVസിന് അധികം മാർക്കറ്റ് ഇല്ലാത്തതാണ്. ഉള്ള കുറച്ച് വാഹനങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പിടിച്ചു വെക്കുന്നത്. ഇപ്പോൾ ഇന്നോവ ആയിക്കോട്ടെ, ഇന്നോവ ബ്രാൻഡ് സീരീസിലുള്ള എല്ലാ വാഹനങ്ങളും, പിന്നെ ഇപ്പോൾ ടൊയോട്ട നമ്മുടെ കിയ കാരൻസ്, അങ്ങനത്തെ കുറച്ച് വണ്ടികളുണ്ട് അത്യാവശ്യം സെയിലുള്ളത്. പിന്നെ എർട്ടിഗയുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ മാർക്കറ്റ് ഉള്ളത്. ബാക്കി ഒന്നിനും എത്രയൊക്കെ ഇറക്കാനും ശ്രമിച്ചാലും മാർക്കറ്റും അങ്ങനെ കിട്ടാറില്ല. കഴിഞ്ഞ മാസം 16,604 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കിട്ടിയിരിക്കുന്നത്. ജൂലൈ 2024 വലിയ കുഴപ്പമില്ലായിരുന്നു. 15,701 വണ്ടികളുടെ സെയിൽ ഉണ്ടായിരുന്നു. 903 വാഹനങ്ങളുടെ വ്യത്യാസവും 5.75% ഗ്രോത്ത് റേറ്റ് ഒക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇത് വളരെ നല്ലൊരു സംഭവമാണ്. എനിക്ക് തോന്നുന്നു ടാക്സി ഫ്ലീറ്റ് യൂസിനായിരിക്കും കൂടുതൽ ആൾക്കാർ ഇതിന് CNG എടുക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഇത്രയും സെയിൽ കയറിയത്. ഈ അടുത്തായിട്ട് ഇഷ്ടംപോലെ CNG എർട്ടിഗ ടാക്സികളും കാണാൻ സാധിക്കുന്നുണ്ട്. എനിവേ നമ്മുടെ സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം കറക്റ്റാണ് ആസ് യൂഷ്വൽ. ചില സമയത്ത് ഫസ്റ്റും വരാറുണ്ടായിരുന്നു. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ മാസം, അതിന് മുന്നത്തെ മാസമൊക്കെ നമ്പർ 1 ആയിരുന്നു. കഴിഞ്ഞ മാസം എന്തായാലും നമ്പർ 1 ആവാൻ പറ്റിയില്ല. 16,898 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കഴിഞ്ഞ മാസം കിട്ടിയത്. 2024 ജൂലൈയിൽ 17,350 വാഹനങ്ങളുടെ സെയിൽ കിട്ടിയതാണ്. സോ 452 വാഹനങ്ങളുടെ വ്യത്യാസവും 2.61% ഡീഗ്രോത്ത് റേറ്റും ഒക്കെ വന്നിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ക്രെറ്റയ്ക്കാണ്. ആൻഡ് അത്ര മോശം നമ്പറൊന്നുമല്ല. 17,000-അടുത്ത സെയിൽ എന്ന് പറഞ്ഞാൽ ഗംഭീര സെയിൽ തന്നെയാണ്. ഇതിൻ്റെ പ്രൈസും ഇതിൻ്റെ സൈസും, ഇതിപ്പം ടോപ്പിൻ്റെ ഒക്കെ എടുക്കുകയാണെങ്കിൽ 10-25 ലക്ഷം രൂപയുടെ വണ്ടിയാണ്. അതും കൂടെ ആലോചിക്കണം. ആൻഡ് ഇപ്പോൾ നമുക്ക് കറക്റ്റായ ഇലക്ട്രിക്കിൻ്റെ സെയിൽസും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അത് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇനി നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന വാഹനം സ്വിഫ്റ്റ് അല്ലെങ്കിലും ഡിസയറാണ്. ഈ പുതിയ ജനറേഷൻ ഡിസയറിനാണ് സ്വിഫ്റ്റിലും കൂടുതൽ ഡിമാൻഡ് ഉള്ളത്. കാരണം ഒന്നാമത്തെ കാര്യം 5 സ്റ്റാർ റേറ്റിംഗ് വന്നു. ചിലപ്പോൾ സ്വിഫ്റ്റ് ക്രാഷ് ടെസ്റ്റ് ചെയ്താലും 5 സ്റ്റാർ കിട്ടുമായിരിക്കും. പക്ഷേ അത് അവർ ടെസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് ഇതിന് 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. പിന്നെ ഡിസയർ എന്ന് പറയുമ്പോൾ ഇതൊരു ഫാമിലി കാർ പോലെ ഉപയോഗിക്കുന്ന വണ്ടിയാണല്ലോ. സ്വിഫ്റ്റിനകത്ത് അത്രയും സ്പേസ് ഇല്ല ഡിസയറിന് അത്രയും. സോ ബേസിക്കലി ഇതിനങ്ങനെ ഒരുപാട് പവറിൻ്റെ ആവശ്യമൊന്നുമില്ല. 3 സിലിണ്ടർ ആണെങ്കിലും നോബഡി കെയർസ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല, നല്ല സെയിലുണ്ട്. കഴിഞ്ഞ മാസം 20,895 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കിട്ടിയിരിക്കുന്നത്. വളരെ ഇമ്പ്രസീവ് ആണത്. 2024 ജൂലൈയിൽ 11,647 വാഹനങ്ങൾ സെയിലായിരുന്നു വന്ന്. 9,248 വാഹനങ്ങളുടെ വ്യത്യാസം 79.4% ഗ്രോത്ത് പെർസെൻറ്റേജാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ലിസ്റ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ്, അതും ഇത്രയും ഹൈ വോളിയം സെയിൽസിൽ വന്നിരിക്കുന്ന വണ്ടി തീർച്ചയായും ഇത് തന്നെയാണ്. എനിവേ ഗൈസ്, ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റ ടോപ്പ് 10 വാഹനങ്ങളുടെ വീഡിയോ. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സസറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ടാഗ് തീർച്ചയായും ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.